സ്തോത്ര. ഗദരദേശത്ത് ഭൂതഗ്രസ്തനെ സൗഖ്യമാകാൻ പോകുന്നതിന് മുമ്പ്, ക്രിസ്തുവിന്റെ ആധിപത്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പ് എന്തുണ്ടാവും അറിയാമോ? കാറ്റും കോഴുക്കും വിഷയങ്ങളൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും ആത്മീയ മർമ്മങ്ങൾ കർത്താവ് റിലീസ് ചെയ്യാൻ പോണത് തൊട്ട് മുമ്പ് എന്തുണ്ടാവുമെന്നറിയാമോ? പല ബന്ധുക്കളും കാണും. സ്തോത്ര. എന്നാൽ അത് ഇറക്കി കർത്താവ് വിടുക തന്നെ ചെയ്യും. വിട്ടാൽ അത് ഇവിടെ മാത്രമല്ല നിൽക്കുന്നത്, അത് പല മേഖലകളിലേക്ക് കടന്നു പോകും. എവിടെ അത് കടന്നു പോകുന്നുവോ അത് അതിന്റെ തനി നിറം വെളിപ്പെടുത്തും. വചനത്തിന്റെ തനി നിറം അത് വെളിപ്പെടുത്തും. ക്രിസ്തുവിന്റെ നാമോടെ മഹത്വം എടുക്കുവാനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. ദൈവം പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളുമായിരിപ്പിൻ. ഞാൻ ആയിരിക്കുന്നത് പോലെ, ദൈവം ആയിരിക്കുന്നത് പോലെ, സ്വർഗത്തിലായിരിക്കുന്നത് പോലെ നമ്മളും ഇവിടെ ആയിരിപ്പിൻ. കാരണം നിങ്ങൾ ആരാ? എന്റെ മക്കളാ, രാജകുമാരന്മാര് രാജകുമാരിമാരുമാ. സ്തോത്രം. നിങ്ങളുടെ സിസ്റ്റം ഇതല്ല, കാഴ്ചയാലുള്ളതല്ല, വിശ്വാസത്താലുള്ളതാ. നിങ്ങൾ ഇന്ന് ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യം കൂടി പറയട്ടെ. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലേ? കർത്താവിന് നാം മഹത്വപ്പെടുത്തണം ആഗ്രഹമില്ലേ? എന്റെ ഗുരു മൊത്തം പരിശുദ്ധാത്മാവാട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ പഠിപ്പിക്കുന്നത്, കാര്യങ്ങൾ ഒരുക്കുന്നത്, കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്നാൽ ഈ ഭൂമിയിൽ അതോറിറ്റിക്ക് കീഴെ നിൽക്കുവാൻ തക്കവണ്ണം എനിക്കൊരു ക്രമീകരണം കൂടി ഉണ്ട്. സ്തോത്രം. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ആ ദേവദാസനെക്കാളും കുറഞ്ഞതായാലും കൂടിയതായാലും അറിയപ്പെടുന്ന അറിയപ്പെട്ടില്ലേലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ആ അധികാരത്തിന് കീഴ് നിന്നേ എന്തും ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജന, ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഒരു ദിവസം വൈകിട്ട്, കഴിഞ്ഞ ദിവസം എന്റെ മോൻ എന്നോട് ചോദിച്ചു, പപ്പാ, ആ ശ്വാസമില്ലാതെ കിടന്ന വ്യക്തിയെ ഉയർപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ, എങ്ങനെയാണെന്ന് എന്നോട് പറയാമോ? ഞാൻ പറഞ്ഞു, പറയാം. ആ സമയം ഞാൻ വേറെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, എന്തേ മറന്നുപോയോ? ഞാൻ പറഞ്ഞു, മറന്നില്ല. ഇപ്പൊ കേട്ടോ. ഒരു ദിവസം വൈകിട്ട് എൻ്റെ ഒരു സഹോദരൻ, TPM സഭയിലെ മെമ്പറാ, ഷിനോ എന്ന പേര്, ഇദ്ദേഹനെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ഒരു സ്ഥലം വരെ നമുക്കൊന്ന് പോകണം, നമുക്കൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പൊ അന്ന് വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ക്ലാസ് ഉണ്ടല്ലോ. ഇദ്ദേഹം പറഞ്ഞു, 10 മിനിറ്റ് മതി, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം. ശരി, ഇന്ന ഹോസ്പിറ്റലിൽ, റാസൽ കൈമ സക്കർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വണ്ടി കൊണ്ട് അവിടെ വന്നു. രണ്ടുപേരും കൂട്ടിമുട്ടി ഞങ്ങൾ ചെന്നപ്പോ ആള് കിടക്കുന്നത് റൂമിലൊന്നുമല്ല, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോ ശരീരം മുഴുവൻ വയറാ. ഇദ്ദേഹത്തിന് ശ്വാസമില്ല. കൃത്രിമമായ ശ്വാസം പിടിപ്പിച്ച് പമ്പ് ചെയ്തിട്ടിരിക്കുക. കേസാ. കേസിന്റെ വിഷയവും അദ്ദേഹത്തിന് പമ്പ് ചെയ്ത് വെന്റിലേറ്ററിൽ പമ്പ് ചെയ്തിട്ടിരിക്കുക. ഇതങ്ങ് മാറ്റിയ ഇദ്ദേഹം ഇല്ല. എന്റെ മുമ്പിൽ ഇതുപോലത്തെ കേസ് കെട്ടി ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവെ, സൗഖ്യമാകാനാണ് ഈ രോഗം വേണം, ഇതിന് ജീവനില്ലാത്തതിന് എവിടെയുടെ സൗഖ്യം വേണ്ടേ? കർത്താവ് അന്ന് എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, വചനം കൊണ്ട് എങ്ങനെ ജീവിക്കണം, അപ്പം കൊണ്ട് എങ്ങനെ ജീവിക്കണം. കർത്താവ് എന്നോട് അവിടെ വെച്ച് ഇടിതി പോലെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു വചനമുണ്ട്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരിൽ? യേശു ക്രിസ്തുവിൽ. എന്നൊരു ചോദ്യം ചോദിച്ചു, ആ ജീവൻ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, എന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കത് ഇഷ്ടമാണെങ്കിൽ നിനക്കതാർക്കെങ്കിലും കൊടുക്കാം. ശ്രദ്ധിച്ച് കേട്ടോ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കത് ഇഷ്ടമാണെങ്കിൽ നിനക്കതാർക്കെങ്കിലും കൊടുക്കാം. ഇത് കേട്ട ഉടനെ ഞാനും എൻ്റെ സഹോദരനും കൂടി കരം ചേർത്ത് പിടിച്ച് അവിടെ മുട്ടുമേ നിന്നു. ദൈവമേ എന്ന് വിളിച്ച ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ. എങ്ങനെയാ കൊടുക്കുക? പ്രാർത്ഥിച്ചല്ല കൊടുക്കുക. ആത്മലോകത്തിൽ നിന്ന്
ഭൗതിക ലോകത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, കൊച്ചിയിൽ നിന്ന് കോഴിക്കോടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ റോട്ടിലൂടെയോ പ്ലെയിനിലൂടെയോ ട്രെയിനിലൂടെയോ കൊണ്ടുപോകാം. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആത്മലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ട്രെയിനിലൂടെയോ പ്ലെയിനിലൂടെയോ റോഡ് മാർഗമോ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന് കൊണ്ടുപോകാനുള്ള ബ്രിഡ്ജാണ് നമ്മുടെ വായും നാവും. സ്തോത്രം. ആ ശ്വാസമില്ലാതെ കിടക്കുന്ന ആ ശരീരം 4 ദിവസമായ ആ കിടപ്പ് കിടക്കുന്നത് ആളുകൾ കണ്ട പോലീസുകാരും വന്നവരൊക്കെ പറഞ്ഞു മിസ്കിൻ. മിസ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഥയില്ലാത്തവൻ എന്ന് പറഞ്ഞ് അവർ കടന്നുപോയി. കർത്താവ് എന്നെ പഠിപ്പിച്ച രീതിയിൽ ഞാൻ ആ ബോഡിയെ നോക്കി വിളിച്ചു പറയുകയാണ്, എന്റെ ഉള്ളിൽ എന്റെ കർത്താവ് തന്ന ജീവൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആത്മലോകത്തിലെ സ്പിരിച്വൽ ലോസ്, ആത്മീയ നിയമം റിലീസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് പഠിപ്പിക്കുക ചെയ്തു. ആ നിമിഷം സംഭവിച്ച എന്നാണെന്നറിയാമോ? ജീവൻ കൽപ്പിച്ച ആ സമയം ആ സഹോദരനിൽ ഇല്ലാതിരുന്ന ജീവൻ ആ സഹോദരനിലേക്ക് മടങ്ങി വന്നു. ആ സഹോദരന്റെ വയറ് ശ്വാസം എടുക്കുവാൻ തുടങ്ങി. ഉടനെ ഇങ്ങനെ തൊണ്ട അനങ്ങി അദ്ദേഹം വെള്ളം താഴേക്ക് ഇറക്കി. ഉടനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വെളിയിലേക്ക് വന്നു. ഓടി വേറൊരു സഹോദരൻ ഞങ്ങളുടെ കൂടെ കൂടി അവിടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാറാമ്മ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരത്തിയായ നേഴ്സ് ഒരു ക്ലീനക്സ് എടുത്തോണ്ട് വന്ന് അദ്ദേഹത്തിന്റെ കണ്ണ് തുടച്ചു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ മറ്റൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ ആ സാറാമ്മ സഹോദരിയെ കണ്ടപ്പോ സാറാമ്മ സഹോദരി പറഞ്ഞു, എന്നാലും നമ്മുടെ വർഗീസ് ഉണ്ടായ ഒരു വിടുതലേ. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്നാണ്. സ്തോത്ര. പ്രിയ ദൈവത്തിന്റെ ജനമേ, അത് ഇനി ആ സഹോദരന്റെ ജീവിതം ഓരോ നിമിഷം ജീവനിലേക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കടന്നുപോയി. ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോ അടുത്ത ടെലിഫോൺ കോൾ വന്നു. എന്നാന്നറിയാമോ? അദ്ദേഹം കണ്ണു തുറന്നു. സ്തോത്ര. പിറ്റേ ദിവസം അദ്ദേഹം കൈയും കാലും അനക്കി. 2 ദിവസം കഴിഞ്ഞ് ടെലിഫോൺ ചെയ്തപ്പോ കേട്ടു അദ്ദേഹം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന പലതും വചനപ്രകാരമായിരിക്കത്തില്ല, പാരമ്പര്യപ്രകാരമായിരിക്കാം, മറ്റു പലരും പഠിപ്പിച്ചതായിരിക്കാം. പക്ഷേ ആര് പഠിപ്പിച്ചതാണെങ്കിലും 10 ലക്ഷം പേരുടെ സഭയിലെ പാസ്റ്റർ പഠിപ്പിച്ചതാണെങ്കിലും അത് വചനത്തിലില്ല എങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് തെറ്റാണ്. എന്നാൽ ഒരു കൊച്ചു കുഞ്ഞ് ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, അത് വചനത്തിൽ പറയുന്നതാണെങ്കിൽ അതാണ് ശരി. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, സർവ്വ മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരൂ, എന്നാൽ ദൈവം സത്യവാൻ. സ്തോത്രം. നമ്മളുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ശരി ഏത് തെറ്റെന്നുള്ളത്. ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന നമ്മൾ ഓരോരുത്തരും